നമ്മുടെ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ ചാനൽ ഇഷ്ടമായില്ലെങ്കിലും ഇഷ്ടമായെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിലേക്ക് പോവാണ്. അതിന് മുന്നേ ഞാൻ പരിചയപ്പെടുത്താം. ഇതെന്റെ അനിയത്തിയാണ്, ആവണി എന്നാണ് പേര്. ആവണി പകത്തൻ പാവാണ്, നല്ല കഴിവുള്ള കുട്ടിയാണ്, നല്ല സ്വഭാവമാണ്. ഓളെന്നെ പറയണത്. നമ്മള് വീട്ടിലേക്ക് വെറുതെ വ്ളോഗ് എടുക്കാൻ വന്നപ്പം ഇവളും കൂടി പിടിച്ച് എന്നെ പാക്ക് ചെയ്യാനൊക്കെ സഹായിക്കും. അതിന് വേണ്ടിയിട്ടാണ്, പണിയെടുക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വേറൊരു അനിയത്തിൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് കുറേ സംഭവങ്ങളൊക്കെ എനിക്ക് മണജൂസ് നമ്മൾ പാക്ക് ചെയ്തിട്ട് പോവാണ്. അപ്പോൾ പാക്കിങ്ങിന് മുന്നേ നിങ്ങൾ എന്തൊക്കെ സംഭവങ്ങളൊക്കെ കാണിക്കാൻ കഴിച്ചും. പാക്ക് ചെയ്യാൻ നോക്കാം. നീ ആടുന്ന് തുടങ്ങിയിട്ട് ഞാൻ ഇടുന്നത്. നമ്മൾ കല്യാണത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഞാൻ 3 സാരി സെലക്ട് ചെയ്തിട്ടുണ്ട്. 3ഉം മെറൂൺ കളറാണ്. കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം 3 സാരി ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ഏതെങ്കിലും ഉണ്ടല്ലേ, ഇതാ മറ്റേ വീഡിയോയിലത്തെ സാരി, അന്നിട്ട റീൽസിലത്തെ സാരിയാണ്. പിന്നെ ഇതെന്റെ ബർത്ത്ഡേന്റെ സാരി. ഇത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച സാരി. ഏത് സാരിയാണ് രസം എന്നറിയില്ല, നമുക്ക് രസമല്ലേ. ഇതും നല്ല രസം ഉണ്ടാന്ന് തോന്നുന്നു പ്ലീറ്റെല്ലാം എടുത്തു കഴിഞ്ഞാല്. അല്ല ഇത് പക്ഷെ ഞാൻ പറഞ്ഞ എന്താ അറിയോ, നമ്മളെ നാട്ടിലത്തെ കല്യാണം ഞാൻ മാത്രം വേറെ നിൽക്കുമെന്നൊരു ഒരു തോട്ട്. അതുകൊണ്ട് മാത്രം നമുക്ക് ഇതാക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇവിടെ സാരിയൊക്കെ മടക്കി വെക്കുകയാണ്. ഇത് അഥവാ ഉടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അമ്മക്ക് കൊടുത്തിട്ട് തരാം അല്ലേ. പക്ഷെ ഇതിന്റെ പ്രൊമോഷൻ കഴിഞ്ഞിട്ടില്ല, അതാണ്. അമ്മ കൊടുത്തിട്ട് ഒരു ഫോട്ടോ അയക്കാൻ വന്നത് നന്നായി. എന്നിട്ട് റീൽസ് ഞാൻ അമ്മേനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. സാരീന്റെ നീ മടക്കി വെച്ചോ. ഞാൻ അപ്പോഴത്തേക്ക് എന്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ കാണിച്ചു നോക്കാം ഗായ്സ്. കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് നിങ്ങളെ കാണിച്ചു തരാം. നിനക്ക് പണി തന്നാൽ നല്ല കേട്ടോ വീഡിയോയിൽ ചേർക്കെ. നീ ഉണ്ടെങ്കിൽ സന്തോഷം. അതെ അതെ പാക്കറ്റ് എടുക്കും ഗൈസ്. അപ്പോൾ സ്കിൻ കെയർ നമ്മൾ വീട്ടിൽ പോണ സമയത്തൊക്കെ ഈ ഒരു പാക്കറ്റിൽ ഞാൻ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാറുണ്ട്. അപ്പം ഞാൻ ഓരോ പ്രൊഡക്റ്റൊക്കെ കാണിച്ചു തരാം. അതിൽ ഫസ്റ്റ് വൺ നിങ്ങൾ കാണിച്ചു തരാനുള്ളത് ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതെന്താ സംഭവം എന്നറിയോ? സൺസ്ക്രീൻ. അറിയാല്ലേ. അല്ല, എൻ്റെ എടുത്തിട്ട് ഇവളും തേക്കലുണ്ട്, അതുകൊണ്ട് മാത്രം ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ ലാക്മീൻ്റെ സൺസ്ക്രീൻ ആണിത്. പിന്നെ ഇത് എങ്ങനത്തെ സംഭവങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ ഗൈസ്, ഇതാണ് ലാക്മി എക്സ്പേർട്ട് SPF 50 PA++++ സൺസ്ക്രീൻ. ഈ ഒരു പ്രൊഡക്റ്റിൽ ബോർഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ ഉണ്ട്, 1% നയാസിനമൈഡ് ഉണ്ട്, പിന്നെ വിറ്റാമിൻ C ഉണ്ട്. നയാസിനമൈഡ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ടൊക്കെ മാറിയിട്ട് ഈവൻ സ്കിൻ ടോൺ ആവും. പിന്നെ അത് മാത്രമല്ല വിറ്റാമിൻ C ഉണ്ടായതുകൊണ്ട് സ്കിന്ന് നല്ല ബ്രൈറ്റനിങ് ആവും, അതായത് 2x ബ്രൈറ്റനിങ് ആവും. പിന്നെ ഇത് ലൈറ്റ് വെയിറ്റും ആണ്, പിന്നെ നോൺ ഗ്രീസി ആണ്, അതായത് നമ്മുടെ സ്കിന്നിൽ ഒട്ടിപ്പിടിക്കും അങ്ങനത്തെ ഫീലൊന്നും ഉണ്ടാവില്ല. പ്രൊഡക്റ്റിന് ലിങ്ക് ഒക്കെ വേണ്ടവർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യാം. സേ ബൈ ടു ഡൾ ആൻഡ് ടാനഡ് സ്കിൻ വിത്ത് ലാക്മി SPF 50 PA++++. മടക്കണേ പ്ലീസ് ആവ്. അപ്പൊ നമ്മൾ ഈ ഒരു പെട്ടിയിൽ എന്തൊക്കെയാ സംഭവങ്ങൾ ഞാൻ നാട്ടിലേക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഫോഗിന്റെ ഒരു സ്പ്രേ ഉണ്ട്, എന്റെ ഫേവറേറ്റ് സ്പ്രേ ആണ്. ഇത് നിങ്ങൾ ആരും കണ്ടിട്ടില്ല അല്ലേ? കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒളിപ്പിച്ച് വെക്കുന്നു. പിന്നെ സെറ്റാഫിലിന്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. പിന്നെ എന്റെ ടാബ്ലെറ്റ്സ്, എന്റെ പിമ്പിൾസിന്റെ ടാബ്ലെറ്റ്സ് ഉണ്ട്. പിന്നെ ഒരു ചേർപ്പുണ്ട്. ഇത് കുറച്ച് ജ്യൂസ് തരൂ. പിന്നെ പൊട്ട്, പിന്നെ ടാബ്ലെറ്റ്സ്. പിന്നെ ഇത് പറഞ്ഞത് ഈ ഒരു ഓയിൽമെന്റ് നമ്മൾ എനിക്ക് നിന്നെ മടക്കി വെക്കുന്ന കാണുമ്പോ മറ്റേ ഡൽഹിയിലില്ലേ ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്നത്. പണിയെടുത്തോ. അതെ. അപ്പം പിന്നെ ഇത് വെച്ചാൽ പിമ്പിൾസിന് ഉള്ളൊരു ഓയിൽമെന്റ് ആണ്. പിന്നെ ഇതിന്റെ സെറം. പിന്നെ ഇതെന്താ സാധനം, റോസ് ഗോൾഡിന്റെ ക്രീം. ഇത് ഞാൻ ഇപ്പൊ യൂസ് ആക്കാറില്ല. പിന്നെ നല്ല മണമുള്ള സാധനമുണ്ട്. അത്രല്ല, മറ്റേ എന്തോ ക്രീം ആയിട്ടൊന്നും ഉണ്ടാക്കുന്നത്, മറ്റേ അജരകണ്ടിന്ന്. പിന്നെ നമ്മളെ റെനീന്റെ, അത് ഞാനോളെ വിളിക്കല് റിനിന്നാണ്. നീ ഇംഗ്ലീഷ് ടീച്ചറെ റിനി, ഇംഗ്ലീഷുകാർ റെനൊക്കെ പറയുന്നത് റിനി തന്നെയല്ലേ വായിക്കല്. RENE റെനി തന്നെയാണ്. പിന്നെ ഇത് വെച്ചാൽ നമ്മളെ പിമ്പിൾസിന്റെ ബ്ലാക്ക് മാർക്ക്. ഇത് കൊളാവും ഗൈസ്, ഈ വ്ളോഗ് കൊളാവും തോന്നുന്നു ഗൈസ്. ഇതെന്റെ മറ്റേ ഓയിൽമെന്റ്.
പിന്നെ ഷുഗറിന്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്, ഐലൈനർ ഉണ്ട്. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എവിടെ പോകുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആണത്. പ്രത്യേകിച്ച് എനിക്ക് ജലദോഷത്തിന്റെയും പിന്നെ തൂറ്റലിന്റെയും. സത്യം തൂറ്റലിന്റെ ഗുളിക. ആ ചേട്ടാ കുറച്ച് ജ്യൂസ് തരും. ഇല്ല കുളിക്കല്ല, അപ്പൊ ഷവറിന്റെ സൗണ്ട് കേൾക്കും. കുളിക്കല്ലേ ഏട്ടൻ ഷവറിന്റെ ഉള്ളിൽ കയറി. പിന്നെ ഇത് നമ്മളെ ലിപ് ബാം. ഇത് തീരുന്നില്ലല്ലോ ഈശ്വര. ഇത് നമ്മളെ നെയിൽ കട്ടർ. ഇതെല്ലാം ഇത് ഇതിലെന്നെ ഉണ്ടായതാ. പിന്നെ ഇത് പിരികൊക്കെ ത്രെഡ് ചെയ്യാൻ, പിന്നെ നമ്മുടെ കൂടെ ഒക്കെ ഷേവ് ചെയ്യാൻ വേണ്ടിട്ടുള്ള റേസർ. പിന്നെ ഒരു ഹെയർ ബാൻഡ്. നമുക്ക് ഹെയർ ബാൻഡ് ഇട്ട് പിന്നെ ഇതെന്റെ പിമ്പിൾസിന്റെ മരുന്ന്. ഇത് കാല് പൊട്ടുന്നതിനുള്ള മരുന്ന്. ഇത് എന്റെ ചുണ്ട് പൊട്ടുന്നതിനുള്ള മരുന്ന്. ഇത് കൺമഷി. പിന്നെ ഇത് ഏതോ അത്തറിന്റെ മൂട്. ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഇതില് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾക്ക് കൊണ്ടുപോകണം, എന്തായാലും കൊണ്ടുപോകണം. കാരണം നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളാണ്. പിന്നെ ഇവിടെ ഒരു ലിപ്സ്റ്റിക് കൊണ്ടുപോകാം അല്ലേ. ഈ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. കഴിഞ്ഞോ? കാര്യം മടിക്കാം, വെറുതെ മടിക്കാതെ. കാരണം നമുക്ക് അവിടെ എത്തിയിട്ട് എന്തായാലും തേക്കാൻ കൊടുക്കലും വേണ്ടേ. നമുക്ക് ഇതിൽ സൂക്ഷിച്ചു വെക്കാം. ഈ സ്പ്രേ നമുക്ക് ബാഗിൽ വെക്കാം. നമ്മൾ ആ സൈഡ് ബാഗ് കൊടുക്കണേ. ഈ സൈഡ് ബാഗിലാണ് നമ്മൾ ഇതൊക്കെ പാക്ക് ചെയ്യുന്നത്. സൈഡ് ബാഗിൽ എന്തുണ്ട്? സൈഡ് ബാഗിൽ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് എൻ്റെ പേഴ്സ്, അത് നിന്റെ അല്ല എൻ്റെ അല്ല, ആരതോല് വിശാഖ കൊണ്ടു തന്നെ. പിന്നെ കുറച്ച് പൈസ ഉണ്ട്. പിന്നെ എൻ്റെ ആധാർ കാർഡ്, ATM കാർഡ്, വാച്ച് കെട്ടിയിട്ട് വെച്ചോട്ടോ, അല്ല ഞാൻ കാണാണ്ടാക്കും. പക്ഷെ എനിക്ക് കാണാണ്ടാക്കും. നമ്മൾ ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്. എപ്പോഴും ആവശ്യം ഉണ്ടായിരുന്നു നമ്മൾ ഇതിൽ തന്നെ എടുത്തു വെക്കണായിരിക്കും ബെറ്റർ. പിന്നെ മണത്തൊക്കെ അത്ര നയിക്കണ്ട. ഇവിടെ ഇങ്ങനെ മൂക്കിൽ വെച്ചാൽ മതിയായിരുന്നു. ഇവിടെ ഒറ്റ അത്ര പെർഫ്യൂം വെക്കാൻ പറ്റുന്നില്ല. എല്ലാരും എല്ലാ ഫ്രണ്ട്സും ഇത് യൂസ് ആക്കിയിട്ട് പോകും. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ അത് കുത്തിരില്ല. പിന്നെ ഇത് അന്നത്തെ മാലയിലേക്കുള്ള പോയിട്ട് നമ്മൾ അത് എടുത്ത് വെക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 മാലയുണ്ട്, പൊന്നു വരെയുണ്ടല്ലോ. അത് ഞാൻ ഇപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇത് നമുക്ക് ഇതാക്കാം. പിന്നെ സാരി നമ്മൾ സെലക്ട് ആക്കിയാ എന്താക്കല് സിബ് കാണിക്കാൻ പറ്റുമോ? എല്ലാം പാക്ക് ചെയ്ത പിന്നെ ബാഗിൽ സിബില്ല. മറ്റേ 2 ചേട്ടാ ഒന്ന് അത് കഴുകിക്കോ. ആ 2 ബാഗ് പ്ലീസ്. 2 ബാഗ് നമുക്ക് ബാഗില്ല ഇപ്പൊ ഇവിടെ. എന്താ ചെയ്യേണ്ട അറിയില്ല. 2 ബാഗ് ചാകലെടുക്കാം. വീഡിയോ ഓണാക്കി പോയല്ലേ ഞാൻ പറയട്ടെ ഇത് ഉത്തരം. അപ്പൊ നമ്മൾ സാരി 3 മെറൂണാണ് സെലക്ട് ആക്കിയിട്ടുള്ളത്. ആ 3 മെറൂണിനും കൂടിയിട്ട് നമ്മൾ മടക്കി വെച്ചിട്ടൊന്നുമില്ല. ഇതിന്റെ വെറുതെ വീഡിയോയിൽ എത്തിയെന്ന് തോന്നുന്നു. ഇത് നമുക്ക് ഈ മാല എടുത്താലോ? കുഞ്ഞുമാല എടുക്കാം അല്ലേ? നല്ല ബെറ്റർ. ഒരു കുഞ്ഞു മാല എടുത്തിട്ടുണ്ട്. അതിന്റെ കമ്മലുണ്ട്, ഇതുണ്ട്. വളയില്ലല്ലോ. അല്ല അത് ഞാൻ വെറുതെ എടുത്താൽ ആര്യാൻ കൊടുക്കാമല്ലോ നാട്ടില്. പിന്നെ ഏത് മാല എടുക്കണ്ടേ? അതിനൊന്നും അറ്റുണ്ടാവില്ല. കുറെ മാലയുണ്ട് പക്ഷെ നമുക്കൊന്നും അറ്റില്ല. നിനക്കന്ന് തന്നത് പച്ച കളറല്ലേ അതോ പ്ലെയിനോ? വെള്ള മുത്തിരി പച്ച രസമുണ്ടാവും. നമുക്ക് ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. ഇത് ഇട്ടാലോ? അത് രസമുണ്ടാവും. കമ്മൽ രസമുണ്ടല്ലോ. ഈ വെട്ടിയിലെടുത്താലോ? നല്ല ഇതൊക്കെ പറ്റും പൊട്ടിച്ചിട്ട്. പെണ്ണായാൽ പൊന്നു വേണം, പൊന്നും കൂടെ മായി വേണം. കൊടുത്തേതിൻ്റെ ഇടാം. കുറെ സംഭവങ്ങളുണ്ട് ഇതില്. പക്ഷെ നമ്മള് നല്ല രസമുണ്ടായിരുന്നു മാല.
ഇതിന്റെ കമ്മലുള്ള ഉണ്ട്. ഇതിലിടണം അല്ലേ? ഇതിലുണ്ടോ? പാക്ക് ചെയ്തിട്ടുള്ള വേറെ സംഭവമുണ്ട്. ഇതെനിക്ക് പ്രൊമോഷൻ കിട്ടിയതാണ്. അപ്പം നാട്ടിലൊരു ചേച്ചി പ്രസവിച്ചിട്ടുണ്ട്, നമ്മ വിളിച്ചു പറഞ്ഞ്. അപ്പം നമ്മൾ അവരെ കൊടുക്കാൻ വിചാരിച്ചു. ഒരു എന്താ പറയുക, പ്രഗ്നൻസി കുട്ടീൻ്റെ കിറ്റല്ലേ, ബേബി കിറ്റല്ലേ? ബേബി കിറ്റ്. ഇത് ബേബി കിറ്റാണ്. ഇത് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ബാഗ് ഇങ്ങോട്ട് ഇതിനെ വെറുതെ എടുത്ത് വാച്ചി വെച്ചാണേ. കൊണ്ടുവരണേ. ആണേ, ഈ ഷേപ്പ് വേറെ വേണ്ടല്ലോ, ഒരു ഷേപ്പ് വേറെ ഇല്ലേ? ഏതിൻ്റെത്? മെറൂണില്ലേ എനിക്ക്? മെറൂണിലുണ്ടാ? ആ ബാഗ് കൊണ്ട് സാരി മടക്കി വെച്ചു. ഞാനെങ്കിൽ ഒരു ടോപ്പും കൂടി എടുക്കുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നാൽ ചിലപ്പോൾ സാരി എടുക്കാൻ മടിയായാലല്ല നമ്മൾ ഈ സാധനം കൂടി കൊണ്ടുപോകുന്നതാണ്. സാരി എടുത്താൽ മതി, പക്ഷെ എൻ്റെ മൂഡ് ശരിയില്ലെങ്കിൽ ആണ്. മറ്റേ ജിമ്മിൻ്റെ ബാഗിൽ ഇതുണ്ട് പാഡ് ഉണ്ട്. ആ ഓറഞ്ച് പാഡ് എടുത്തിട്ട് ഓറഞ്ച് നമ്മൾ പീരിയഡ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു പാഡ് കഴുകി വെക്കുന്നുണ്ട്. പിന്നെ ഇതായിട്ട് കൊണ്ടുവരില്ലേ, KSRTCക്ക് വരുന്നെങ്കിൽ ഇത് കൊടുത്തിട്ടാ. ഞാൻ കവറുണ്ട്, ഞാൻ എടുക്കുന്ന കവറുണ്ട് തരാം. നമ്മൾ ജ്വല്ലറി ബോക്സ് എടുത്ത് വെക്കുകയാണ്. ഇല്ലെന്നോ എടുത്ത് കണ്ടനി കമ്മലിമാരി ഏതെങ്കിലും ഉണ്ടാവില്ല, രസം ഉണ്ടാവില്ല. വളയോ പിന്നെ ഒന്നും ഒരാൾക്ക് ആവശ്യമില്ല. ഇത് മതി. അത് ഞാൻ ചോദിച്ച അളവായിട്ട് കൂടി വെച്ചാ പിന്നെ അതില്ലേ ബാക്ക് സൈഡ് കഴിച്ചു എല്ലാം താഴെടുത്തേക്കണം. പറയേ, എന്ത് മറക്കണം? ഷഡിന്റെ പുറകിലുള്ളത് എടുക്കണം. അത് പൗഡറൊന്നും ഇടയില്ല. പിന്നെ സൺസ്ക്രീൻ എല്ലാം എടുത്ത് വെച്ചു. അതിന് രാവിലെ ഒന്നും എടുക്കണം. വീട്ടിലിടുന്ന ഉപ്പായം കൊണ്ടോണ്ടല്ലോ, അവിടെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ആ, ഇതിലുണ്ടെന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയാണ് പാക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബാഗിൽ. നാളെ രാവിലെ നമ്മൾ 7 മണിക്കുള്ള ട്രെയിനിനാണ് പോകുന്നത്. എന്നിട്ട് പിന്നെ വേഗം വരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളടുത്ത് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ബട്ടൺ കൂടി അമർത്താം. നമ്മൾ കുറേ കുക്കിംഗ് വീഡിയോസ് ഒക്കെ നമ്മൾ ഇടാം. ഇവിടെ ഇപ്പോൾ ഈ വീഡിയോ ആയതുകൊണ്ടാണ് ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത്. ഭയങ്കര വർത്തമാനം പറയുന്നൊരു ടൈപ്പാണ്. നമ്മൾ കുക്കിംഗ് വീഡിയോസ് എല്ലാം എടുക്കാമല്ലേ? പിന്നെ ഇവള് കുറേ സ്കിൻ കെയർ എല്ലാം ചെയ്യും. അപ്പോൾ സ്കിൻ കെയറിൻ്റെ വീഡിയോ നമ്മൾ ഇറക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗൈസ്, ലവ് യു.